ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കിപ്പൊട്ടിക്കണേ. അടിപൊളി സ്ഥലം അല്ലേ. യാത്ര ചെയ്യുങ്ങളെ എല്ലാരും യാത്ര ചെയ്യുമ്പോ അതുപോലെ ഇങ്ങനെ പ്രകൃതി കനിയുന്ന ഈ ഇടം കണ്ടില്ലേ. അങ്ങനെ പല സ്ഥലങ്ങളും കാണാനുണ്ട്. ജോലി തിരക്ക് എന്ന് പറഞ്ഞിട്ട് ജോലി തിരക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ജോലി തിരക്കുണ്ട്. ഞാനിപ്പോ സൈൻ ബോർഡിന്റെ വർക്കാണ്. ഞാൻ ശരിക്കും യൂട്യൂബർ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്റെ ബോർഡ് വർക്കാ. അതിന്റെ വരുമാനത്തിൽ നിന്നാണ് ശരിക്കും എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ സമയം കണ്ടെത്താം. ഇപ്പൊ ഞാൻ ഒരു സമയം കണ്ടെത്തിയിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന 3 ദിവസം ഞാൻ രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് വർക്ക് എടുത്തിട്ട് 2-3 ഷോപ്പിന്റെ ഒരു ഇരിട്ടിയില് വർക്ക് ഉണ്ടായിരുന്നു. കണ്ണൂർ ഇരിട്ടിയില് അവിടുത്തെ വർക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ കോഴിക്കോട് ബീച്ചിൽ ഒരു പണി ഉണ്ടായിരുന്നു, ഒരു ഹോട്ടലിന്റെ. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്ന രാത്രി വരെ 1 മണി വരെ ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ എല്ലാം കഴിച്ചിട്ടാണ്. ഇനി 2-3 കൊട്ടേഷനും കൂടി ഉണ്ട് എനിക്ക് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ യാത്ര എന്താക്കും, ക്യാൻസൽ ചെയ്തിട്ട് നേരെ സൈറ്റിൽ പോവും, പണിയെടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പൊ സമയം കണ്ടെത്താൻ എല്ലാവർക്കും കഴിയും. അപ്പം യാത്ര കഴിയുന്നതും നിങ്ങൾ ആനന്ദിക്കുക കേട്ടോ. ഈ യാത്രയിൽ ദുശീലങ്ങളൊന്നും പാടില്ല. കാരണം ഞാൻ ഈ വെള്ളടി ആവുന്നില്ല, അതുപോലെ സിഗരറ്റ് വലിക്കില്ല, ലഹരി പദാർത്ഥങ്ങൾ മൊത്തത്തിൽ ഞാൻ അവോയ്ഡ് ചെയ്ത ആളാണ്. അതുപോലെ അങ്ങനത്തെ ആൾക്കാർക്ക് യാത്ര ശരിക്കും സക്സസ് ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ബാക്കിയുള്ളവർക്ക് എന്താ അറിയില്ല. ഈ അട്ടപ്പാടി വന്നപ്പം ശതമാനം ആൾക്കാർ വെള്ളം അടിക്കുന്ന ആൾക്കാരാ. രാവിലെ തുടങ്ങും, വൈകുന്നേരം തുടങ്ങും. അങ്ങനെ ഇവർ അധ്വാനിക്കുന്ന പൈസ ഇവർ വെള്ളം അടിച്ചിട്ട് തീർക്കും. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ കുറെ ആൾക്ക് ഞാൻ ഉപദേശം കൊടുത്തിരുന്നു. ചില ആൾക്കാരെ കേട്ട് ഞാൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉറപ്പില്ല. അവരെ ഫാമിലി പെണ്ണുങ്ങൾ വരെ, ആദിവാസികളുടെ സ്ത്രീകൾ വരെ വെള്ളം അടിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പം അതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും അട്ടപ്പാടിനെ വേറൊരു ലെവലിലെ ആൾക്കാർ കാണുന്നത്. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോട്ടാണ്. ഇപ്പം എൻ്റെ കൂടെ വരുന്ന സുരേഷിന്റെ മകനും ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം മൂപ്പര ആഗ്രഹം ഡോക്ടർ ആക്കണം എന്നാണ്. പുള്ളിക്ക് നല്ല സ്വത്തുള്ള ആളാണ് ഈ സുരേഷ് എന്ന് പറയുമ്പോൾ. കാണുമ്പോൾ 5 വയസ്സിന്റെ അതില്ല, പക്ഷെ ആള് കോടീശ്വരനാണ്. അപ്പൊ എത്ര പൈസ ചെലവാക്കാൻ തയ്യാറാണ് മകനിക്ക് വേണ്ടിയിട്ടാണ് എന്നോട് സുരേഷ് പറഞ്ഞത്. അപ്പൊ മറ്റൊരു സ്പോട്ടിലൊക്കെ നമുക്ക് ഒന്ന് പോവാം.